വറാഖ് തങ്ങളാണ് പുറപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. ആഴ്ചയിൽ ഒരു ദിവസം അബൂ മുസ്ലിം എന്ന മഹാന്റെ വീട്ടിൽ സ്വലാത്തിന്റെ ഇൽമിന്റെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്. ആ ഇൽമിന്റെ മജ്ലിസിലേക്ക് ഇമാം വറാഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടപ്പോൾ മജ്ലിസിലേക്ക് പോകുന്ന വഴിയിൽ അതാ ആരോ വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സദസ്സിലേക്ക് എത്താറായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ദൂരം പോകാനുണ്ട്. വഴി തടസ്സമായപ്പോൾ വറാഖ് തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ഈ വഴി തടസ്സപ്പെടുത്തിയത്? ആ മജ്ലിസിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. നാട്ടുകാര് പറഞ്ഞു, ഇത് തൊട്ടടുത്തുള്ള ഒരു ഹാഷിമിയുണ്ട്, ഒരു സയ്യിദുണ്ട്, അവരാണ് ഈ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. വറാഖ് തങ്ങൾ ചോദിച്ചു, വഴി ബ്ലോക്ക് ചെയ്യുന്ന സയ്യിദോ? അതെന്ത് സയ്യിദാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്തുള്ള സയ്യിദ് ശബ്ദം കേൾക്കുകയാണ്. റോട്ടിലേക്ക് വന്നിട്ട് വറാഖ് തങ്ങളോട് പറഞ്ഞു, ഈ വഴി തടസ്സപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിലൂടെ പോകാൻ എന്റെ പെർമിഷൻ വേണം. നിങ്ങൾ തിരിച്ചു പോയിക്കോ. വറാഖ് തങ്ങളും ഈ സയ്യിദുമായിട്ടതാ സംസാരമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വാക്കേറ്റവും ഉണ്ടായി. അവസാനം വറാഖ് തങ്ങൾ തിരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. കിടന്നുറങ്ങിയപ്പോൾ മനമിൽ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ വറാഖ്, നിങ്ങളെ ഇന്നലെ അബൂ മുസ്ലിമിന്റെ സദസ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സയ്യിദ് ചീത്ത വിളിച്ചല്ലോ. വഴി അടച്ച സയ്യിദിനെ നിങ്ങളെ ആക്ഷേപിച്ചല്ലോ. വാക്കേറ്റങ്ങൾ ഉണ്ടായല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളോട് വറാഖ് തങ്ങൾ പറയുന്നു, നബിയേ, സാഹചര്യത്തിൽ അങ്ങനെ സംസാരിച്ചു പോയി. വറാഖ് തങ്ങളോട് ലോകത്തിന്റെ നേതാവ് ഉപദേശിക്കുകയാണ്. എന്നാൽ വറാഖ്, നിങ്ങൾക്ക് എന്ത് സന്താന പരമ്പരകളിൽ ഏത് മോന്റെ സമീപത്ത് നിന്നും നിങ്ങൾക്ക് വല്ല അനിഷ്ടങ്ങളും സംഭവിച്ചാൽ, നിങ്ങളോട് ആരെങ്കിലും എതിര് പറഞ്ഞാൽ, എന്റെ അഹ്ലുബൈത്ത് നിങ്ങളോട് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ, ഫതഹമ്മൽഹു, അത് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കണം, അത് നിങ്ങൾ അങ്ങ് സഹിച്ചേക്കണം. അവരോട് എതിര് പറയാൻ പോകരുത്, അവരെ ആക്ഷേപിക്കാൻ പോകരുത്. അത് എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുത്തപ്പോൾ വറാഖ് തങ്ങൾ ആ സയ്യിദിനെ ചെന്ന് കാണുകയാണ്, മാപ്പ് പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെ സയ്യിദവർകൾ ജനമധ്യത്തിൽ വെച്ച് ചീത്ത പറഞ്ഞാൽ, ഒന്ന് ശകാരിച്ചാൽ, എന്റെ അഭിമാനം എന്തിനാണ് ഈ തങ്ങളെ ചോദ്യം ചെയ്തത് എന്ന് ചിന്തിക്കുക പോലും വേണ്ട. കാരണം സയ്യിദന്മാർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളാണ്. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളെ സയ്യിദന്മാരെ സ്നേഹിക്കണേ, അഹ്ലുബൈത്തിനെ ബഹുമാനിക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ കുറേ ഉസ്താദുമാരാണ്. ഞാൻ സൈഡിലേക്കും പിന്നിലേക്കും തിരിഞ്ഞു നോക്കാതെ പറയുന്നത് അവർ കണ്ടാൽ ഇവിടെ നിൽക്കണ്ടേ, അതുകൊണ്ട് അങ്ങോട്ട് നോക്കാതെ പറയാം.
ഈ സദസ്സിൽ ദിഫാഇമാലയും അതുപോലെ മദ്ഹ് കീർത്തനങ്ങളൊക്കെ നടക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്,